ഫാനും 5 സ്റ്റാർ, AC 5 സ്റ്റാർ, TV 5 സ്റ്റാർ, ഫ്രിഡ്ജും 5 സ്റ്റാർ. കറണ്ട് ബില്ല് മാത്രം നോ സ്റ്റാർ. നോ സ്റ്റാർ? ഈ പ്രാവശ്യവും വീട്ടിലെ കറണ്ട് ബില്ല് കണ്ട് ഷോക്കായോ? കറണ്ട് ബില്ല് കുറക്കാൻ വീട്ടിലെ ഉപകരണങ്ങൾ മാത്രം സ്റ്റാർ ആയാൽ പോരാ, വയറ് കൂടി സ്റ്റാർ ആവണം. ഉപയോഗിക്കൂ ജെഫ്റ്റൺ ക്ലാസ് 2 PST കേബിളുകൾ. ഇത് നിങ്ങളുടെ വീടിനെ സ്റ്റാർ ആക്കും. കൊപ്പം നഗരത്തിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിന്റെ ഭാഗമായി ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം ചേർന്നു. മുഹമ്മദ് മുഹസിൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. കൊപ്പം പഞ്ചായത്ത് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് T ഉണ്ണികൃഷ്ണന്റെ അധ്യക്ഷതയിൽ പഞ്ചായത്ത് ഹാളിൽ ചേർന്നു. പട്ടാമ്പി MLA മുഹമ്മദ് മുഹസിൻ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. നമ്മുടെ കൊപ്പം ടൗണ് നവീകരണം പൂർത്തീകരിച്ചെങ്കിലും ഗതാഗത കുരുക്ക് വളരെയേറെ രൂക്ഷമാണ്. റോഡ് വീതി കൂട്ടിയെങ്കിലും ഗതാഗത കുരുക്ക് ഉണ്ടാകാൻ കാരണം ശാസ്ത്രീയമായിട്ട് ഇവിടുന്ന് വാഹനങ്ങൾ തിരിച്ചുവിടാനുള്ള സംവിധാനം ഇല്ല എന്നുള്ളതാണ്. സിഗ്നൽ സംവിധാനം നേരത്തെ ഉണ്ടായിരുന്നെങ്കിലും അത് കൂടുതൽ ബ്ലോക്ക് ഉണ്ടാക്കുന്ന സാഹചര്യമായിരുന്നു എന്നാണ് പൊതുവെ അഭിപ്രായം ഉണ്ടായിരുന്നത്. എന്നാൽ റോഡ് വീതി കൂട്ടിയത് കൊണ്ട് തന്നെ സിഗ്നൽ വേണമെന്നും ആളുകൾ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത് പരിശോധിക്കാനാണ് ഇന്ന് കൊപ്പം ഗ്രാമപഞ്ചായത്തിൽ വെച്ച് പഞ്ചായത്ത് പ്രസിഡന്റ്, അതോടൊപ്പം തന്നെ PWD ഉദ്യോഗസ്ഥർ, എഞ്ചിനീയർമാർ, പോലീസ്, അതുപോലെ റോഡ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ RTO ഓഫീസിലെ ബന്ധപ്പെട്ടവർ എല്ലാവരും ചേർന്നുകൊണ്ടുള്ള ഒരു യോഗം ചേർന്നത്. അപ്പോൾ കൊപ്പം ടൗണിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ റോഡുകൾ കറക്റ്റ് ഒരു പ്ലസ് ആകൃതിയിലല്ല, ചെറിയൊരു വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സിഗ്നൽ വന്നു കഴിഞ്ഞാൽ റോഡുകൾ വാഹനങ്ങൾ തിരിക്കുന്നതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുണ്ടാകുമോ എന്നൊരു ആശങ്ക പൊതുവെയുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ ഈ മീറ്റിങ്ങിൻ്റെ ഒരു തീരുമാനമായിട്ട് ശാസ്ത്രീയമായിട്ട് സിഗ്നൽ സ്ഥാപിക്കാനുള്ള ഒരു പഠനം നടത്താൻ റോഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റിനെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചു. അതോടൊപ്പം തന്നെ താൽക്കാലികമായി പാർക്കിംഗ്, ഈ റോഡ് തിരിഞ്ഞു വരുന്ന ഭാഗങ്ങളിലൊക്കെ തന്നെ വാഹനങ്ങൾ അനധികൃതമായി പാർക്ക് ചെയ്തുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതിന് നിയന്ത്രണം ഏർപ്പെടുത്താനും തീരുമാനിച്ചിട്ടുണ്ട്. SI ആനന്ദ് കൃഷ്ണൻ, ASI സന്തോഷ്, PWD അസിസ്റ്റന്റ് എഞ്ചിനീയർ ജിതിൻ, AMVA യാഷിക, വില്ലേജ് ഓഫീസർ രഞ്ജിത്ത്, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ഹരിലാൽ, മറ്റു ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു.